അന്നത്തെ കാലത്ത് നമുക്കെല്ലാം അവൈലബിൾ ആയിരിക്കണം. കാരണം നിങ്ങളുടെ ജനറേഷൻ വെച്ചാൽ അത്ര ഡെവലപ്ഡ് ഒന്നുമല്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് മമ്മീനെ എങ്ങനെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്തു? ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ടേസ്റ്റുള്ള കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പോകാറാ പതിവ്. കാരണം ബാംഗ്ലൂര് പിന്നെ വല്ലപ്പോഴും ചെന്നൈയിൽ കിട്ടുന്ന അങ്ങനെ അങ്ങനെ നമ്മൾ പോയി കളക്ട് ചെയ്യാറാ പതിവ്. അപ്പൊ ഇപ്പൊ നമുക്ക് ആ ബിസിനസ്സിലേക്ക് നമ്മൾ അതിലേക്ക് വന്നപ്പോ ആ സാധനങ്ങൾ കളക്ട് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വന്നു. അത് എവിടെ കിട്ടും അവിടെ പോകാൻ തുടങ്ങി. അതാണ് നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഏറ്റവും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റിയിൽ പോവാ, ബാംഗ്ലൂർ പോവാ, ചെന്നൈ പോവാ, അങ്ങനെ നമ്മളത് നമുക്ക് പണ്ട് ബനാറസ് സാരികൾ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഇവിടെ നിന്നാണ് ഭയങ്കര അത്. ഇപ്പൊ ബനാറസിക്ക് നമ്മൾ പോയപ്പോ നമ്മളത് ശരിക്കും മനസ്സിലായി എന്താണെന്നുള്ളത്. ശരിക്കും നമുക്ക് അതിന്റെ ഒറിജിനോട്ട് എത്താൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഒരു പരിധിവരെ കസ്റ്റമേഴ്സും പറയുന്നത്. ഇവിടെ വരുമ്പോ എന്ന് വെച്ചാൽ എല്ലാ ഷോപ്സിലും ഒരുപാട് കളക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ഹാൻഡ് പിക്ഡ് ആണ്. നമുക്ക് ഒരുപാട് എന്ന് വെച്ചാൽ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ നമ്പർ ഓഫ് പീസസ് നമ്മളൊന്ന് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് മറ്റ് ഷോപ്പുകളെ അപേക്ഷിച്ചു. കാരണം മമ്മി ആണെങ്കിലും ഇങ്ങനെ ചൂസ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ ഒരു ടേസ്റ്റ് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അത് കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമുക്ക് ഈ അടുത്ത് തന്നെ മിലൻ, എൻ്റെ ഒരു കസിൻ്റെ വൈഫ്, ആള് സൗത്ത് ആഫ്രിക്കയിലാണ്. ആള് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് കുറേ കാലമായിട്ട് സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരാളാണ്. ഇവിടുത്തെ നമ്മളുടെ ടേസ്റ്റുകളും ഇപ്പോഴത്തെ ഫാഷൻസൊന്നും അധികം അറിയില്ല. അവർ മുഴുവൻ വെസ്റ്റേൺ ഡ്രസ്സുകൾ ധരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ വന്നിട്ട് പറയുന്നു, അവർക്ക് ഭയങ്കര വിഷമമായിട്ട് പറയുന്നു, അവർ വലിയൊരു ഷോപ്പിൽ പോയിട്ട് 2.5 lakhs ഉള്ള സാധനം പർച്ചേസ് നടത്തി. അത് കഴിഞ്ഞിട്ടാണ് അവർ നമ്മളുടെ അപ്പൊ അവര് ഭയങ്കര ഡിസപ്പോയിന്റഡ്. അവര് പറയോ, ഓ സീന എന്താ എന്നോട് പറയാങ്ങിത്, ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ ഇവിടെയുണ്ട്, വെറുതെ ഞങ്ങൾ അവിടേക്ക് പോയിട്ട് മറ്റുള്ള വലിയ ഷോപ്പുകളിൽ പല ഇത് പറയും. നമ്മളുടെ ഷോപ്പിൽ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, 100 പേരാ വരണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഷോപ്പുകളിൽ ചിലപ്പോൾ 1,00,000 പേര് വരുന്നുണ്ടാവും. അപ്പൊ 1,00,000 പേർക്കുള്ള ഐറ്റംസ് ആണ് അവര് പല ഡിഫറെന്റ് വെറൈറ്റീസ് ആണ് അവര് കാഴ്ചവെക്കുന്നത് മറ്റേ കസ്റ്റമേഴ്സിന്. ആ സമയത്ത് നമ്മളുടെ അവിടെ വരേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ ആൾക്കാരെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഐറ്റംസ് അധികം നമ്മൾ വെക്കുന്നത്. അപ്പൊ അവർക്ക് ഈ പുതിയ പേര് വരുമ്പോ അവർക്ക് ചിലപ്പോ ഒരു 10 എന്ന് പറഞ്ഞ മറ്റു ഷോപ്പുകളിൽ ഇപ്പൊ ഒരു 10 അവർ മാറ്റി വെച്ചിട്ട് എടുക്കുന്ന 1 or 2 ആയിരിക്കും ചിലപ്പോ നമ്മൾ ഇവിടെ. ആ രീതിയിലാണ്. അതെ, നമ്മുടെ ഇവിടെ ഹാൻഡ് പിക്ഡ് ആണ്, കുറച്ചും കൂടിയും ടേസ്റ്റ് ഉള്ള സാധനങ്ങളാണ്. അപ്പൊ അതിന്റെ വ്യത്യാസം. അതെ. പിന്നെ ഇപ്പം മമ്മിക്ക് ഇപ്പൊ വർക്ക് ചെയ്ത് തുടങ്ങി എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ബിസിനസ് റൺ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു ലൈഫും അതിന് മുമ്പുള്ള ലൈഫും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാവോ? ഇപ്പം ഇതില്ലായിരുന്നു, മമ്മിയുടെ ലൈഫ് എങ്ങനെയാകുമായിരുന്നു? ഓ, അത് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഭയങ്കര മിലിനോട് 100 പ്രാവശ്യം താങ്ക്സ്. കാരണം അതല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഞാൻ മിലിനറിയല്ലേ, മമ്മി 21 കൊല്ലമായിട്ട് അങ്ങനെ ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ പള്ളി ഡെക്കറേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു ദിവസമാണ് ഡെക്കറേഷന് വരും, അതിനപ്പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മള് വീട് നോക്കിയിരിക്കുക, വീട് അങ്ങനെ വീട്ടിലെ കാര്യങ്ങളും കുക്കിങ്ങും അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഗാർഡനിങ്ങും അങ്ങനെ ആയിട്ട് നടക്കേണ്ട വന്നേനെ. പക്ഷെ ഇപ്പൊ നമുക്ക് ഭയങ്കര ഒരു എയിം ഉണ്ട്. കാലത്ത് എഴുന്നേറ്റ് വേഗം കാര്യങ്ങൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വരണം, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം. ഇവിടെ വരുമ്പോ നമുക്ക് കസ്റ്റമേഴ്സിനെ കാണുമ്പോ തന്നെ ഒരു ഹാപ്പിനെസ് ആണ്. ഓ, അത് പറയുകയാണെങ്കിൽ ഭയങ്കര തമാശ മിലൻ. എന്റെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയാണ്, 37 കൊല്ലാവാറായി. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കണ കാലത്ത് 37 years ബാക്കില് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ ഫ്രണ്ട്സിനെയൊക്കെ ആഫ്റ്റർ 37 years കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് കണ്ടുമുട്ടിയവരുണ്ട്. ഭയങ്കര സന്തോഷം നമുക്ക്. നമ്മുടെ ഒരു മെയിൻ കസ്റ്റമേഴ്സ് ഇപ്പൊ എറണാകുളത്ത് നിന്നൊക്കെ ഞങ്ങളിപ്പോ നോക്കി കഴിഞ്ഞപ്പോ എറണാകുളത്ത് നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്. തൃശ്ശൂര് ഒബ്വിയസ്ലി നമ്മുടെ ലൊക്കേഷൻ ആയതുകൊണ്ട്. അത് കൂടാണ്ട് ഇപ്പൊ നമ്മള് തൃശ്ശൂര് ഫോക്കസ് ചെയ്യാൻ ഇരിഞ്ഞാലക്കുടയിൽ ഒരുപാട് വരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇരിഞ്ഞാലക്കുടയിൽ എന്റെ വീട് ഇരിഞ്ഞാലക്കുടയാണല്ലോ. അപ്പൊ അവിടെ പഠിച്ചിട്ടുള്ള പഴയ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് പിന്നെ വന്ന ഫുൾ വർത്താനാണ്. ഭയങ്കര സന്തോഷം അവരെ കാണാനും അവർക്ക് കാണാനും എല്ലാം ഭയങ്കര സന്തോഷം. പിന്നെ അവരും പറയുന്നത് ഇപ്പൊ ഇരിഞ്ഞാലക്കുട പോലെയുള്ള സ്ഥലത്തൊക്കെ ഷോപ്സ് ആയി വരുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ അല്ലെങ്കിൽ അവരൊന്നെങ്കിൽ എറണാകുളത്ത് പോകണം, അതല്ലെങ്കിൽ കാലിക്കറ്റ്. പിന്നെ അവര് പറഞ്ഞു, അത് ഭയങ്കര ഭാഗ്യാണ് നമ്മുടെ ശരിക്കും ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് നമ്മുടെ ഷോപ്പായത്. എല്ലാവർക്കും കാറില്ലാത്തവർക്ക് അല്ലെങ്കിൽ കാറുള്ളവര് തന്നെ ഭർത്താക്കന്മാര് ജോലിക്ക് പോയവര്
അവര് അതെ. നമ്മളെ ഡേ ടൈമിലൊക്കെ അവർക്ക് വരണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ബസ്സിൽ വരാം. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോയിൽ ഇങ്ങോട്ട് വരാം, ഇവിടുന്ന് പോവാം. ഇപ്പം എറണാകുളം സൈഡിൽ നിന്ന് ഇപ്പൊ കാലിക്കറ്റ് സൈഡിൽ നിന്നൊക്കെ ഇപ്പൊ വന്ദേ ഭാരതോടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഈസി ആയി ഇങ്ങോട്ട് വരാനായിട്ട്. ഇപ്പം മമ്മിക്ക് ഇതിലിപ്പോ ഇപ്പൊ ചില ദിവസം ഞാൻ പർച്ചേസിന് പോകുമ്പോൾ മമ്മി കംപ്ലീറ്റ്ലി ഇതിൽ ഇൻവോൾവ് ആവും. അങ്ങനെയുള്ള സമയത്ത് മമ്മിക്ക് എന്തെങ്കിലും വീട്ടിൽ മിസ് ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ വിചാരിക്കൂട്ടെ ദൈവമേ പപ്പേനെ കാലത്ത് കണ്ടിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞ് പിന്നെ രാത്രി ആവുമ്പോഴാണ് പപ്പനെ കാണുന്നത് 7 മണി തൊട്ട്. അപ്പൊ വെരി ബിസി വീട്ടിലുണ്ടാവും. അപ്പൊ നമുക്ക് ചിലപ്പോ നമുക്കൊരു മനസാക്ഷി കുത്ത് തോന്നിക്കും പപ്പനെ കാണുന്നത്. പപ്പ ഉച്ച വരെയാണ് തിയേറ്ററിൽ പോവുള്ളൂ. ഉച്ച കഴിഞ്ഞ് ചിലപ്പോ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. അതല്ലെങ്കിൽ നമ്മള് ഉച്ച തിരിഞ്ഞ് കുർബാനയ്ക്ക് പോകില്ല, 5:30 കുർബാനയ്ക്ക്. 5:30 കുർബാനയ്ക്ക് പോകുമ്പോ പപ്പയുടെ കൂടെ ഉണ്ടാവും. എന്നാലും 2-3 ദിവസം അടുപ്പിച്ചാകുമ്പോ നമുക്കൊരു മനസാക്ഷി കുത്ത് തോന്നിക്കും. കാരണം എന്താ വെച്ചാൽ അല്ലാത്ത സമയത്ത് നമ്മൾ വീട്ടിൽ എല്ലാ കാര്യവും ചെയ്ത് അവരെ റിസീവ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും 2 ഡിഫറെന്റ് ബിസിനസ് ഫീൽഡിലാണ്. പിന്നെ എനിക്ക് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു പപ്പയ്ക്കൊന്ന് നമ്മളുടെ കൂടെ ഇങ്ങനെ പർച്ചേസ്ഡ് വരുമ്പോ അങ്ങനെ എൻജോയ് ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിച്ചത്. ഇപ്പൊ ആള് ഭയങ്കര ഹാപ്പിയാണ് നമ്മളുടെ കൂടെ വന്നിരുന്ന്. ചിലപ്പോ പപ്പ സജഷൻ നൽകുന്ന കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകും സത്യം പറഞ്ഞ. പക്ഷെ പോള് കുറച്ച് എനിക്ക് തോന്നുന്നു പപ്പ പോളിനേക്കാളും നന്നായിട്ട് പപ്പ കുറച്ചു നേരമൊക്കെ നമ്മളുടെ ഇതൊക്കെ എന്താ പറയാ നമ്മളുടെ മെറ്റീരിയൽ അത് നന്നായിട്ടുണ്ടല്ലോ ഇത് നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. ചിലപ്പോ ഈ കളർ ചൂസ് ചെയ്യുന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് അത് ഈ മമ്മിയുടെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ പപ്പ കണ്ടിട്ട് പപ്പയ്ക്ക് ആ ഒരു സെലക്ഷൻ മൈൻഡ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല നല്ലത് ഇങ്ങനെ സാരീസ് ആണെങ്കിലും എന്താണെങ്കിലും പപ്പയ്ക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു 10-37 കൊല്ലായിട്ട് ഒന്നിച്ച് ജീവിച്ചപ്പോ അങ്ങനെ